ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒടുവിൽ നെല്ലിശ്ശേരിയിലേക്ക് സേതുമാധവൻ തിരിച്ചു വന്നിരിക്കുന്നു. സച്ചിയും അർച്ചനയും അച്ഛനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയില്ലാതെ നിൽക്കുകയാണ് സേതു. ഈ ചടങ്ങ് മുടങ്ങിപ്പോകുന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ മനസ്സ് എത്രമാത്രം തകർന്നു പോകുമെന്ന് അച്ഛൻ അറിയാമോ? ആരെയാ അച്ഛൻ തോൽപ്പിക്കുന്നത്? അച്ഛൻ്റെ അതേ രക്തം തന്നെയാണ് എനിക്കും, അതേ രക്തം തന്നെയാണ് ഈ കുഞ്ഞിനുമുള്ളത്. ഇത്രയും ലോകപരിചയമുള്ള അച്ഛന് ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? മുത്തശ്ശനിൽ നിന്ന് അച്ഛനിലേക്കും, അച്ഛനിൽ നിന്ന് എന്നിലേക്കും, എന്നിൽ നിന്ന് എൻ്റെ കുഞ്ഞിലേക്കുമാണ് ഈ ഒരിത്. പൈതൃകമല്ലാതെ ഈ ലോകത്ത് എന്താണുള്ളത്? ആ പൈതൃകത്തെ നിഷേധിക്കാൻ അച്ഛന് കഴിയുമോ? പിന്നെ എന്തിനാ അച്ഛാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഇത്രയൊക്കെ സച്ചി പറയുമ്പോൾ സേതു ഒന്നും മിണ്ടാതെയാണ് നിൽക്കുന്നത്. ഇതിനേക്കാൾ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. അച്ഛന് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാം. അച്ഛനില്ലാതെ ഈ ചടങ്ങ് വേണ്ടെന്നാണ് അർച്ചനയുടെ തീരുമാനം. ഒന്നും മിണ്ടാതെ സേതു മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കമല സേതുവേട്ട എന്ന് വിളിച്ചു. കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ കിടന്ന നമ്മുടെ മക്കൾക്ക് കിട്ടിയ മഹാഭാഗ്യമാണ് ഇത്. ഇവർക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചതാണ്, ആഗ്രഹിച്ചതാണ് സേതുവേട്ട. അതൊക്കെ സേതുവേട്ട മറന്നുപോയോ? ഈ വീട്ടിൽ ഇങ്ങനൊരു നിമിഷം ഉണ്ടാകാൻ വേണ്ടി നമ്മളൊക്കെ എത്രമാത്രം കൊതിച്ചിട്ടുണ്ട് സേതുവേട്ട. എത്രയോ കാലം കാത്തിരുന്ന് നമ്മൾക്ക് കിട്ടിയ നിധിയല്ലേ കുഞ്ഞ്. അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ആ കുഞ്ഞിനോട് എന്തിനാണ് ഈ വെറുപ്പ് കാണിക്കുന്നത്? എൻ്റെ അച്ഛമോള് എപ്പോഴും പറയും സേതുവേട്ടൻ അവളുടെ സ്വന്തം അച്ഛനാണെന്ന്. അത്രയ്ക്ക് അവൾ സേതുവേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ സന്തോഷമല്ലേ സേതുവേട്ട നമുക്കെല്ലാവർക്കും വലുത്. അവളോട് ഒരല്പം ദയ കാണിച്ചൂടെ? അവൻ്റെ വിചാരിക്കുന്നു എല്ലാവരും കൂടി സെൻറ്റി ഡയലോഗ് അടിച്ച് ഇപ്പോൾ തന്നെ കിളവൻ്റെ മനസ്സ് മാറ്റുന്ന ലക്ഷണമാണ്. അതിനു മുന്നേ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൻ്റെ അരികിലേക്ക് വന്നു. കമലെടുത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛൻ ആരോടെങ്കിലും വെറുപ്പോ ദേഷ്യമോ ഉണ്ടായിട്ടല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. സ്വന്തം സങ്കടം സഹിക്കാൻ കഴിയാഞ്ഞിട്ടാ അല്ലേ അച്ഛാ? അച്ഛൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് എല്ലാവർക്കും ഒരു നിമിഷം ചിന്തിച്ചൂടെ? ഈ വീട്ടിൽ ഇത്രയും കാര്യം നടന്നു. ഇപ്പോൾ ഫാക്ടറിയിൽ തീപിടുത്തം ഉണ്ടായി. ഫയർഫോഴ്സ് തീ അണച്ചെങ്കിലും അച്ഛൻ്റെയും ഞങ്ങളുടെയും നെഞ്ചിൽ ആ കനൽ അണഞ്ഞു തീർന്നിട്ടില്ല. ആശുപത്രിയിൽ വെച്ച് പത്രക്കാരോടും നാട്ടുകാരോടും സമാധാനം പറയേണ്ടി വന്നത് അച്ഛനാണ്. അവരെല്ലാവരും കൂടി അച്ഛനെ ഇത്രമാത്രം വിഷമിപ്പിച്ചു എന്നറിയാമോ? സച്ചിയും അർച്ചനയൊക്കെ അത് കണ്ടതാണല്ലോ. ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ ദുരനുഭവങ്ങളും നഷ്ടങ്ങളും തേടി വന്നാൽ ആരായാലും ഈ ഒരു അവസ്ഥയിലായി പോവും. സേതു പറയുന്നു, നിങ്ങൾ ഈ ചടങ്ങ് നടത്തുന്നതിൽ എനിക്കൊരു പരാതിയില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളോട് ആരോടുമുള്ള ദേഷ്യം കൊണ്ടോ വിരോധം കൊണ്ടോ അല്ല. ചടങ്ങ് നടക്കട്ടെ. ഇത് കേട്ട് അവൻ്റെ ദേഷ്യത്തോടെ അച്ഛനെ നോക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള മനോബലം എനിക്കില്ല. എല്ലാവരും എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ കരഞ്ഞുകൊണ്ട് സച്ചിയേട്ട എന്ന് അർച്ചന വിളിക്കുന്നു. സേതു വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങിപ്പോയതായിരുന്നല്ലോ നിങ്ങളുടെ വിഷമം. ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നില്ലേ? ഇനി നിങ്ങൾ ഈ ചടങ്ങ് നടത്തിക്കോളൂ, പക്ഷേ എന്നെ നിർബന്ധിക്കരുത്. ഇത് എൻ്റെ അപേക്ഷയാണെന്നും സേതു പറയുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. അവൻ്റെ മുറിയിലേക്ക് പോകുന്നു. കമല അർച്ചനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അർച്ചനയുടെ സങ്കടം കണ്ട് സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് സച്ചിയും സന്ദീപും അനഘയും അനൂപും ഒക്കെ. തുടർന്ന് നന്ദനെ കാണിക്കുന്നുണ്ട്. മുറിയിലേക്ക് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവന്തിക കയറി വന്നു. ഇതുപോലെ ഒരു സന്തോഷം ഞാൻ ഈ ജന്മത്തെ അനുഭവിച്ചിട്ടില്ലല്ലോ. എന്താണെന്ന് ചോദിക്കുകയെന്ന് അവന്തിക പറയുന്നു. ഓ, തൻ്റെ നാക്കെടുക്കാൻ കഴിയില്ലല്ലോ, അത് ഞാൻ മറന്നുപോയെന്നും അവന്തിക പറയുന്നുണ്ട്. അർച്ചനയുടെ വളകാപ്പ് ചടങ്ങ് ഇനി നടത്തില്ല, അതിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് സേതുമാധവൻ നല്ല ക്ലിയർ ആയിട്ട് അങ്ങ് പറഞ്ഞു. അത് കേട്ട് അർച്ചനയും സച്ചിയും കൺവീഴ്ചി നിൽക്കുന്ന ആ ഒരു കാഴ്ച, എൻ്റെ ദൈവമേ, എന്നെ നീ കാഴ്ച കാണിച്ചു തന്നല്ലോ. ഇത് പറയുമ്പോൾ നന്ദന്റെ കണ്ണ് നിറയുന്നുണ്ട്. ആഹാ, കണ്ണ് നിറഞ്ഞല്ലോ. അവളുടെ വളകാപ്പ് ചടങ്ങ് നടക്കാത്തതിൽ തനിക്ക് നല്ല വിഷമമുണ്ടല്ലേ? എഴുന്നേക്കാനും വാ തുറക്കാനും കഴിയാത്ത ഈ കോലത്തിൽ താൻ എന്ത് ചെയ്യും? എന്നെ കൊല്ലാനുള്ള വാശി തൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എന്ത് ചെയ്യാം? എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ കിടക്കാന്ന് തൻ്റെ ഒരു വിയോഗമായിപ്പോയി എന്നൊക്കെ അവന്തിക പറയുന്ന സമയം അവന്തികയ്ക്ക് ഒരു കോൾ വന്നു. വിളിക്കുന്നത് മൂർത്തിയാണ്. എന്തായി, ഞാൻ എന്തെങ്കിലും ഇനി ചെയ്യേണ്ടതുണ്ടോ എന്ന് പറയുന്നു. എന്ത് വേണമെന്ന് ഞാൻ പറയാം, മൂർത്തി തയ്യാറായിട്ടിരുന്നോ എന്ന് അവന്തിക. ചടങ്ങ് മുടങ്ങിയല്ലോ അല്ലേ എന്ന് സന്തോഷത്തോടെ മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നു, മുടങ്ങിയെന്ന് പറയാറായിട്ടില്ല, പക്ഷേ കിളവൻ ഇതിൽ പങ്കെടുക്കില്ല. അഥവാ ഇനി എൻ്റെ വാക്ക് ധിക്കരിച്ച് പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചാൽ പിന്നെ എന്ത് വേണമെന്ന് ഞാൻ പറയാം. സോറി, ഞാൻ എന്തിനും തയ്യാറാണെന്ന് മൂർത്തി. അങ്ങനെ ഇപ്പോൾ ഫോൺ വെച്ചു. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും വളകാപ്പ് ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ധൈര്യം ആ കിളവിനുണ്ടാകില്ല. പേടിച്ചു പോയി പാവം എന്നൊക്കെ അവന്തിക വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അവന്തിക പോകുന്നു. പിന്നീടും അർച്ചനയെ കാണിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് അർച്ചന നിൽക്കുന്നത്. കമല അർച്ചനയുടെ അരികിൽ തന്നെയുണ്ട്. സച്ചിയും സന്ദീപും ഉണ്ട്. ചടങ്ങ് നടക്കുന്നതിൽ സേതുവേട്ടന് വിരോധമില്ലെന്ന് പറഞ്ഞില്ലേ?
സന്ദീപും ധനുഷും ചെന്ന് വിളിച്ചപ്പോൾ സേതുവേട്ടൻ വന്നില്ലേ, പിന്നെ മോൾ ഇനി എന്തിനാ കരയുന്നതെന്ന് പറയുന്നു. സച്ചിയേട്ട, അച്ഛൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇപ്പോൾ പ്രശ്നങ്ങൾ മാറിയല്ലോ. അച്ഛൻ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ചടങ്ങ് നമുക്ക് നടത്താം. സച്ചിയേട്ടൻ എന്ത് പറയുന്നു എന്ന് സന്ദീപ്. പേരിനൊരു ചടങ്ങായിട്ടെങ്കിലും ഇത് നടത്തിയേ പറ്റൂ. അർച്ചനയെ താൻ കരച്ചിലൊന്ന് നിർത്തുന്നു സച്ചി. വേണ്ട, ഇനി ആരും ഒന്നും പറയണ്ട, ഒരു ചടങ്ങും വേണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അർച്ചന പോകുന്നു. എന്നാൽ അപ്പോൾ അവിടേക്കൊരു കാറ് വരുന്നുണ്ട്. സച്ചി പുറത്തേക്ക് വന്ന് നോക്കുന്നു. കാറിൽ നിന്നും ഇറങ്ങുന്നത് ലച്ചു ആണ്, നമ്മുടെ സ്വന്തം ലച്ചു. ലക്ഷ്മി എന്ന ലച്ചു ഒരു ഗിഫ്റ്റുമായിട്ടാണ് അവിടേക്ക് വരുന്നത്. ലച്ചുവിനെ കണ്ടപ്പോൾ തന്നെ സന്തോഷത്തോടെ നിൽക്കുകയാണ് സച്ചി. ആ പഴയ ലച്ചുവിനെ ഓർക്കുകയാണ് സച്ചി. ലച്ചുവിനെ ആദ്യമായി കണ്ട നിമിഷം ഒക്കെ ഇപ്പോൾ സച്ചി ഓർക്കുന്നുണ്ട്. അവൻ്റെ വന്ന് നോക്കുന്നുണ്ട് ആരാണ് വന്നതെന്ന്. ലച്ചു സച്ചിയുടെ അരികിലേക്ക് വന്നു. അനഘയും സ്നേഹയും പുറത്തേക്ക് വന്നു. വരൂ ലക്ഷ്മി എന്ന് പറഞ്ഞ് ലച്ചുവിനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് സച്ചി. അവിടേക്ക് നോക്കിയിട്ട് ലച്ചു പറയുന്നുണ്ട്, എന്താ സച്ചിയേട്ട ഇങ്ങനെ നോക്കുന്നത്, വിശ്വാസം വരുന്നില്ലേ എന്ന്. എങ്ങനെ വിശ്വസിക്കും, ലക്ഷ്മി ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം. ലക്ഷ്മി ഇങ്ങോട്ട് തന്നെ വന്നതാണോ എന്ന് സച്ചി പറയുമ്പോൾ ലച്ചു പറയുന്നു, പിന്നല്ലാതെ ഇന്നത്തെ ദിവസമല്ലേ വരേണ്ടത്. സച്ചിയേട്ടൻ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മറക്കാൻ പറ്റുന്ന ബന്ധമല്ലല്ലോ നമ്മൾ തമ്മിലുണ്ടായിരുന്നത്. ഇവിടെ ഇന്നൊരു ചടങ്ങ് നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ലക്ഷ്മി വന്നത് വെറുതെ ആയല്ലോ, ഇന്നത്തെ ചടങ്ങ് മാറ്റിവെച്ചെന്ന് അവന്തിക. ചടങ്ങ് മാറ്റിവെച്ചെന്നോ? വളകാപ്പ് ചടങ്ങ് അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്നതാണോ എന്ന് ലച്ചു ചോദിക്കുന്നുണ്ട്. എന്താ ഈ പറയുന്നത്? ചടങ്ങ് മാറ്റിവെച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും വലിയൊരു പ്രതിസന്ധിയിലാണ്. വളകാപ്പ് ചടങ്ങ് നടക്കുമെന്നൊരു ഉറപ്പുമില്ലെന്ന് സച്ചി. അല്ല, അർച്ചന എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ലച്ചു. അർച്ചന മുറിയിലുണ്ടെന്ന് സച്ചി. ചോദിക്കുന്നുണ്ട്, ഒന്നും തോന്നരുത്, ചടങ്ങ് മുടങ്ങാൻ എന്താണ് കാരണമെന്നും ലച്ചു. വേറെ കാരണമൊന്നുമില്ല, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ പിണങ്ങി ഇറങ്ങിപ്പോയി. അച്ഛൻ്റെ സമ്മതമില്ലാതെ വളകാപ്പ് ചടങ്ങ് നടത്താൻ തീരുമാനിച്ചാൽ പിന്നെ അച്ഛൻ ഇതിൽ പങ്കെടുക്കൂ? എന്നിട്ട് അച്ഛൻ തിരിച്ചു വന്നില്ലേ എന്ന് ലച്ചു ചോദിക്കുന്നു. അച്ഛൻ തിരിച്ചു വന്നു, പക്ഷേ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയിരിക്കുകയാണ്. ആ കൺഫ്യൂഷനിലാണ് ഞങ്ങൾ എല്ലാവരും. എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. അച്ഛനൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് മാറ്റാൻ ആർക്കും കഴിയില്ലെന്നും അവന്തിക പറഞ്ഞു. അച്ഛൻ മുറിയിൽ നിന്ന് ഇറങ്ങി വരാനും പോകുന്നില്ല, ഈ ചടങ്ങ് നടക്കാനും പോകുന്നില്ല. സച്ചി പറയുന്നു, അങ്ങനെയൊന്നുമില്ല ലക്ഷ്മി, ചടങ്ങ് നടക്കും, പക്ഷെ അച്ഛൻ കൂടി പങ്കെടുത്താലേ ഈ ചടങ്ങ് നടക്കൂ. ആദ്യം ഞാൻ അർച്ചനയെ ഒന്ന് കാണട്ടെ എന്ന് ലച്ചു പറയുമ്പോൾ അനഘ പറയുന്നു, ചേച്ചി വാ, കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അർച്ചനടുത്താകെ വിഷമിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്ന സമ്മാനമാണ് സച്ചിയേട്ടൻ, ഇത് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് സച്ചിക്ക് ആ സമ്മാനം കൊടുക്കുകയാണ് ലച്ചു. സന്തോഷത്തോടെ തന്നെ സച്ചി ആ സമ്മാനം വാങ്ങി. ചേച്ചി ലച്ചുവിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അനഘ. അവൻ്റെ വിചാരിക്കുന്നു, ഇവളെന്തിനാ ഈ സമയത്ത് വന്നത്? വളകാപ്പ് ചടങ്ങിന് ഇവളെ ആരോ വിളിച്ചതാണ്. സച്ചി തന്നെ ആയിരിക്കും, അല്ലാതെ മറ്റാരും വിളിക്കാൻ ഒരു വഴിയുമില്ല. ഈ സമയം അർച്ചനയെ കാണിക്കുന്നു. അർച്ചന സങ്കടത്തോടെ മുറിയിലിരിക്കുകയായിരുന്നു. അവൻ്റെ പറഞ്ഞ കാര്യം ഓർത്തിരിക്കുകയായിരുന്നു അർച്ചന. സേതു പറഞ്ഞതും ഓർക്കുന്നു. വാതിൽ പൂട്ടിയിട്ടിട്ടാണ് ഇരിക്കുന്നത്. എഴുതി വാതിൽ തുറക്ക്, ഇതാരാ വന്നിരിക്കുന്നത് എന്ന് നോക്കിയ എന്നൊക്കെ അനഘ പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന ആരാണെന്ന് ആലോചിക്കുകയാണ്. എടുത്തേക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്നും അനഘ പറയുന്നു. അർച്ചന പോയി വാതിൽ തുറക്കുന്നു. വന്നിരിക്കുന്നത് ലച്ചു. ലച്ചുവിനെ കണ്ടപ്പോഴേ അർച്ചന ഒന്ന് ഞെട്ടി. പഴയ ആ ഒരു ലെറ്ററിൻ്റെ കാര്യം ഓർക്കുകയാണ്. അന്ന് ആദ്യമായി സച്ചി അർച്ചനയ്ക്ക് എഴുതിയ ആ ഒരു ലെറ്റർ. സച്ചി സ്നേഹിച്ച പെണ്ണായിരുന്നു ലച്ചു എന്ന് അർച്ചന മനസ്സിലാക്കി. ആ ഒരു കാര്യമാണിപ്പോൾ അർച്ചന ഓർക്കുന്നത്. അർച്ചന ഒന്ന് ഞെട്ടി അല്ലേ? ചടങ്ങ് മുടങ്ങിയതിൻ്റെ വിഷമത്തിലായിരിക്കും എന്ന് ലച്ചു പറയുമ്പോൾ അർച്ചന പറയുന്നു, ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും ലക്ഷ്മി വരൂ, ചേച്ചിക്ക് കുടിക്കാൻ എന്താ വേണ്ടത് എന്ന് അനഘ പറയുമ്പോൾ ഒന്നും വേണ്ടത് ലച്ചു. അത് പറ്റില്ല, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് അനഘ കുടിക്കാൻ എടുക്കാനായി പോകുന്നു. എനിക്ക് മുറിയിലേക്ക് കയറാമല്ലോ അല്ലേ എന്ന് ലച്ചു പറയുമ്പോൾ പിന്നെന്താ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അർച്ചന. അങ്ങനെ മുറിയിലേക്ക് വന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മോള് വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, മോൾ എവിടെയെന്ന് ചോദിക്കുന്നു. അനഘയുടെ മുറിയിലുണ്ട്, ഇരിക്കാൻ പറയുന്നുണ്ട് അർച്ചന ലച്ചുവിനോട്. എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പുറത്തൊരാളും അർച്ചന ഇപ്പോൾ നിൽക്കുന്ന ഇതേ ഞെട്ടലിൽ തന്നെ നിൽക്കുകയാണ്. സച്ചിയേട്ടൻ എന്ന് ലച്ചു പറയുന്നു. ചടങ്ങിൻ്റെ കാര്യം എങ്ങനെ അറിഞ്ഞു എന്ന് അർച്ചന. അതിനാണ് പ്രയാസം, അതൊക്കെ കണ്ടുപിടിച്ചു. നമുക്കിഷ്ടമുള്ളവരുടെ കാര്യം അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ലല്ലോ. അർച്ചന ഇരിക്കേ, ചോദിക്കട്ടെ, സത്യത്തിൽ ഇവിടെ എന്താണ് ഉണ്ടായത് എന്ന് ലച്ചു പറയുമ്പോൾ പറയാം എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അർച്ചന ലച്ചുവിനോട് പറയുന്നുണ്ട്. ആദ്യം മുതലുണ്ടായ കാര്യങ്ങളും ഈ ചടങ്ങ് മുടങ്ങാനുള്ള കാര്യങ്ങളും അച്ഛൻ ഇറങ്ങിപ്പോയതും തിരിച്ചു വന്നതുമായ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ സച്ചിയുടെ ആ വാശിയെ പറ്റിയും പറയുന്നുണ്ട്. ഇതിനെല്ലാം കാരണം അവന്തികയുടെ ഈ കുത്തിത്തിരിമാണെന്നും അതിനോടൊപ്പം തന്നെ ലച്ചുവിനെ അർച്ചന അറിയിച്ചു. ഇതെല്ലാം കേട്ടിങ്ങനെ ഇരിക്കുകയാണ്
ലച്ചു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.